ഹായ് ഗായ്സ്, ഞാനും ചേച്ചിയൊക്കെ ഉണ്ടല്ലോ ക്ലിനിക്കിൽ പോകുമ്പോഴത്തേക്കും രാവിലെ തുടങ്ങും കഴിക്കണ കാര്യം. 11:30 ചായ, ഉച്ചയ്ക്ക് ഊണ്, പിന്നെ ഒരു 4 മണിയാകുമ്പോൾ അടുത്ത കഴിക്കാൻ. അപ്പം പൊതുവെ ക്ലിനിക്കിൽ വരണ കഴിക്കാനാണെന്നൊരു സംഭവം ഉണ്ട് നമ്മൾ പറയുന്നത്. ചേച്ചി 2 ദിവസത്തേക്ക് ലീവാണ്, അപ്പം രാജീവേട്ടനുണ്ടെന്ന് കൂടുതൽ. അപ്പം ഞാനാണെങ്കിൽ ഇന്ന് എന്തൊക്കെ ഞാൻ കഴിച്ചു ക്ലിനിക്കിൽ രാവിലെ വന്നപ്പം മുതലുള്ള കഴിപ്പൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഞാൻ അങ്ങോട്ട് തടി വെക്കണില്ല കഴിച്ചിട്ട്. പക്ഷെ ചേച്ചിയും ചേട്ടനും ഒക്കെ അത്യാവശ്യം തടി, ഞാൻ കഴിക്കുന്ന അതേ ക്വാണ്ടിറ്റിയിൽ അവരോട് തിന്നാൻ പറയും, എല്ലാം തിന്നാൻ പറയും. പക്ഷെ ഞാൻ ഒഴികെ അവർ രണ്ടുപേരും തടിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ക്ലിനിക്കിലോട്ട് വരുന്ന വഴിക്ക് ഞാൻ പുട്ടും ബീഫ് കറിയും വാങ്ങിയിട്ടാണ് വന്നത്. കൂട്ടത്തിൽ കട്ടൻ കാപ്പിയുണ്ട്. ഉച്ചയ്ക്ക് വിശാലമായ ഊണ്, അതിലെങ്ങാണ്ട് 110 രൂപയ്ക്ക് പൊതിച്ചോറാണ്. ചോറ്, പിന്നെ ചമ്മന്തി ഉണ്ട്, ചൂട വറുത്തതുണ്ട്, മുട്ട പൊരിച്ചത്, പിന്നെ 2 കൊണ്ടാട്ടമുളക്, കപ്പ, പിന്നെ പപ്പടം, എരിശ്ശേരി ഉണ്ട്, തോരനുണ്ട്, പിന്നെ ഒഴിച്ചുകറികൾ, സാമ്പാർ, മോരുകറി, മീൻചാറ്, ഇത്ര ഉണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ബീഫ് കറിയും കൂടെ ഞങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു പായസം വാങ്ങിയത് 40 രൂപയുടെ വെള്ള പായസം. അതെനിക്ക് അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും ചോദിക്കും ഈ ക്ലിനിക്കിൻ്റെ ഇടയിൽ എങ്ങനെയാണ് പേഷ്യൻസ്. ഞാൻ ഊണ് കഴിച്ചിട്ട് ഇടയ്ക്കൊരു പേഷ്യൻ്റ്, അത് കഴിഞ്ഞിട്ടാണ് പായസം കുടിച്ചത്. അതിനിടെ ബ്രേക്കായിരുന്നു പായസം കുടിക്കാൻ വേണ്ടി.